പെൻഷൻകാരുടെ യോഗമെന്ന് തെറ്റിദ്ധരിപ്പിച്ച LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ വയോജനങ്ങളെ പങ്കെടുപ്പിക്കാൻ നീക്കം. പാലക്കാട് കാവിൽ പാടിലാണ് ഇത്തരത്തിൽ പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. ജോലിസ്ഥലത്ത് നിന്നുവരെ ഇത്തരത്തിൽ വയോജനങ്ങൾ പരിപാടിയിലേക്ക് എത്തി. എന്നാൽ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വയോജനങ്ങൾ പ്രതിഷേധം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിൽ കൂടാതെ ഇപ്പോൾ പാലക്കാടും ഇത്തരത്തിൽ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളെ കൂട്ടേണ്ടി വരുന്ന ഒരു സ്ഥിതി LDFന് ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെയും നടക്കുന്നത് ഇത്തരത്തിൽ തികച്ചും ഇടതു മുന്നണി അധപതിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലായാലും മറ്റു പരിപാടികളിലേക്കായാലും എല്ലാം ഈ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും പെൻഷൻകാരെയും ഒക്കെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നു എന്നുള്ളത് നിരവധി തവണ പാലക്കാട് തന്നെ പലപ്പോഴും നടന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ പുതുപ്പരിയാരം പഞ്ചായത്തിലെ കാവിൽപ്പാടിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. പെൻഷൻകാരുടെ യോഗം എന്ന പേരിലാണ് ഈ LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് വയോജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടന്നത്. ഈ പരിപാടിയിലേക്ക് ആദ്യം ജോലിയും മറ്റും പണിക്കും മറ്റൊക്കെ പോയ ആളുകൾ പെൻഷൻകാരുടെ യോഗമാണെന്ന് അറിഞ്ഞതോടുകൂടെ തന്നെ അവരെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആ യോഗത്തിലേക്ക് എത്തുകയുണ്ടായി. പക്ഷെ ആ പരിപാടി സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് ആ വയോജനങ്ങൾക്ക് അത് ഇത്തരത്തിൽ പെൻഷൻകാരുടെ യോഗമല്ല, മറിച്ച് LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലായത്. ഇതോടുകൂടെ തന്നെ അവർ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഏതായാലും തങ്ങളെ ഇത്തരത്തിലുള്ള യോഗങ്ങൾക്കും മറ്റും പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ വിയോജിപ്പ് അവരെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വയോജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ തട്ടിക്കയറുന്നതും തങ്ങൾ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ തങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടന്നു എന്നൊക്കെയുള്ള പരാതി അവർ പറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. യെസ്, വ്യക്തമാണ്. അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.